ഓക്കെ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ ഒരു അധ്യാപകരോ ട്രെയിനറോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ആളുകളോ ആണ്. ഏതൊരു സന്ദർഭത്തിലും നമുക്ക് ആളുകളെ കയ്യിലെടുക്കാൻ ആവശ്യമായിട്ടുള്ള നമ്പറുകൾ നമ്മളെ കയ്യിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ, ആളുകളുമായിട്ട് സംവദിക്കുന്ന സമയത്ത്, ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അവരെ കയ്യിലെടുത്തുകൊണ്ട് അമ്മാനമാടിക്കൊണ്ട് അവരെ കൂടെ സഞ്ചരിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ്. ഈ ഒരു പ്രസന്റേഷൻ സ്കില്ല് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതായത് സ്കൂളുകളിലാണെങ്കിൽ, ക്ലാസ് റൂമിലാണെങ്കിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതാവാം. അല്ലെങ്കിൽ ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഓഡിയൻസിനെ അവരുടെ കൂടെ സഞ്ചരിപ്പിക്കുന്ന കാര്യത്തിലാവാം. അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറോ അതല്ലെങ്കിൽ ഒരു സംഗമം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നാല് കുട്ടികൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു യാത്രയില്, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യേണ്ട സാഹചര്യം വരും. സ്വാഭാവികമായിട്ടും ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഓർമ്മകളെ, ആ യാത്രകളെ, അല്ലെങ്കിൽ ആ ഒരു കൂടിച്ചേരികളെ അനുസ്മരണീയമാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അവിസ്മരണീയമാക്കുന്നത് ആ ഒരു പിന്നെ ചില ആക്ടിവിറ്റികളോ, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അവരുമായിട്ട് സംവദിക്കുമ്പോൾ എടുക്കുന്ന ചില നമ്പറുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരർത്ഥത്തിൽ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏറ്റവും എഫക്റ്റീവായി കൊണ്ടു നടക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെയും ട്രെയിനേഴ്സിനെയും സംബന്ധിച്ച് പറയുമ്പോൾ, ക്ലാസ് റൂമിൽ നിരന്തരമായിട്ട് കുട്ടികളുമായിട്ട് ഇടപഴകേണ്ട ആളുകളാണ്. അത്തരം ആളുകൾക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറ എന്ന് പറയുന്നത്, അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞ ഒരു ടീമാണ്. അതായത് അവർക്ക് കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ്, അല്ലെങ്കിൽ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, റീൽസിന്റെ കാലഘട്ടമാണ്. വെറും 30 സെക്കൻഡ് ഒക്കെ ആണ് അത്. അതിലപ്പുറം കഴിഞ്ഞാൽ ഓടിച്ചു പോകുന്ന, അത് തന്നെ കാണാൻ ക്ഷമയില്ലാത്ത ഒരു ജനറേഷനാണ് പുതിയ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വലിയ ടോപ്പിക് അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചാണ്, വലിയൊരു സാഹസികതയാണ്. അപ്പോൾ ഈ ഒരു സാഹസികതയെ നമുക്ക് മറികടക്കാൻ തീർച്ചയായും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ആവശ്യമാണ്. ഈ പുതിയ കാലത്ത് ഈ കുട്ടികളെ ഇത്തരത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കൊണ്ട് പഠിപ്പിക്കുന്ന രീതിയാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. കേവലമായിട്ട് ചില പ്രസംഗങ്ങളോ വായനയോ അല്ലെങ്കിൽ വായിച്ചു കൊടുക്കലോ വായിപ്പിക്കലോ അല്ല. അതിനപ്പുറം കുട്ടികൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് സഹായകമാകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന സെഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഓൺലൈനിലും. അതിനെ തുടർന്ന് ഓഗസ്റ്റ് 4-ന് കോഴിക്കോട് വെച്ചിട്ട് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഓഫ്ലൈൻ സെഷനും ഇത് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ സെഷൻ നമ്മൾ ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ അത് എല്ലാവർക്കും അതിൻ്റെതായ ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്തട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഈവൻ ഈ പ്രോഗ്രാമിൽ എത്തിയില്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു സാധ്യതകളെ നമുക്ക് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാനും അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സെഷൻ സിറിയസ് എജുവിന്റെ അണ്ടറിൽ നടത്തുന്നത്. നിങ്ങൾ ഒരുപാട് പ്രോഗ്രാം, പ്രത്യേകിച്ച് AI, വിവര സാങ്കേതിക വിദ്യ, മീഡിയ, ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാം നമ്മൾ ഇതിനകം നടത്തി കഴിഞ്ഞു. അതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്ന ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെഷൻ. മറ്റു സെഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു പാർട്ടായിട്ട് മാത്രമാണ് ഇത് വന്നിരുന്നത്. ഇതിനെ തന്നെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് മുഖ്യമായിട്ട് ലീഡ് ചെയ്യുന്നത് നിസാം മുനീർ എന്ന് പറയുന്ന ട്രെയിനറാണ്. അദ്ദേഹം നമ്മുടെ വേദിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി നമ്മുടെ ആദ്യമാണെങ്കിലും അദ്ദേഹം നിരന്തരം ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇത്തരം ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു വേദിയിൽ നമുക്ക് ഈ ഒരു സെഷൻ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇന്ന് നമ്മളെ മുന്നിൽ എത്തുന്നത്, നിങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം കോമ്പറ്റീറ്റീവ് എക്സാം മേഖലയിൽ അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ വിഷയത്തിൽ ആളുകൾക്ക് പൊതുവിജ്ഞാനം ഏറ്റവും സുഖകരമായ രീതിയിൽ, ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കാൻ സഹായകമായിട്ടുള്ള ഒട്ടനേകം രചനകൾ നടത്തിയ വ്യക്തിത്വം കൂടിയാണ്. ഇദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ സീരിയസ് എജുവിന്റെ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം നിസാം മുനീർ. Okay, thank you.
സാർ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? യെസ് ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ആൾ. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം സംസാരിക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സാറ് പറഞ്ഞു, നമ്മൾ ഒന്നുകിൽ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അതുപോലെ ഒരു ട്രെയിനറോ ഒരു പരിശീലകനോ ഒക്കെ ആയിരിക്കാം. അപ്പം കുറച്ച് നമ്മുടെ ഒരു പീരീഡിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയസ്സും പ്ലസ് 2 മിനിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 10 വർഷം മുമ്പ് വരെ. നമുക്കൊരു 25 വയസ്സുണ്ടെങ്കിൽ 27 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ പോകും. പക്ഷേ ഇപ്പൊ അത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പൊ യൂട്യൂബില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അതിൽ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴുള്ള ജനറേഷന് വേണ്ടിയിട്ടാണ്. അവർക്ക് പെട്ടെന്ന് അത് കേട്ടാൽ അവർക്ക് മനസ്സിലാവും. ഒരുപക്ഷെ നമുക്കത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് വാട്സപ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവിടെയും സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് ഈ കുറഞ്ഞ സമയം കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ പോകും എന്നുള്ളതാണ്. ഈ അറ്റൻഷൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവൻ അവിടെ ഇരിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ അറ്റൻഷൻ പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവന് ഒരു എനർജി പാസ് ചെയ്യുന്ന പോലെ മറ്റുള്ളവനും അത് പാസ്സാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങോട്ട് സ്പ്രെഡ് ആവും. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് 2 രീതിയിലാണ് ഇവിടെ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വ്യത്യസ്തങ്ങളായ ഓഡിയൻസിനെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു ബോറിങ്, വിരസത ഇതൊന്നും ഫീൽ ചെയ്യൂല ഈ ട്രെയിനേഴ്സിന്. പക്ഷെ ടീച്ചിങ്ങിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഒരു കുട്ടികളെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ കാലാഹരണപ്പെട്ടു പോകുന്നാണ് പറയാം. മാറേണ്ട സമയത്ത് മാറണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആവേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ട്രെയിനേഴ്സ് ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആവുന്നതെങ്കിലും പല ടീച്ചേഴ്സും അപ്ഡേറ്റഡ് ആവാൻ തയ്യാറല്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, പഠിച്ചതാണെങ്കിൽ മറക്കൂല, പുതിയ കാര്യങ്ങളാണെങ്കിൽ പഠിക്കൂല എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇത് ടീച്ചേഴ്സ് ആണ് കേൾക്കുന്നതെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ബോറായിരിക്കും. എന്തായാലും കുട്ടികൾ മുന്നിലിരിക്കും, കാരണം നിർബന്ധിതമാണ്. പക്ഷെ ആ ഇരിക്കുന്ന കുട്ടികള് നമ്മുടെ ക്ലാസ്സിന്റെ സമയം പോയത് അറിയാൻ പാടില്ല. അതിന് നമുക്ക് വിരക്തിയില്ലാതെ എങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഏകദേശം ഒരു 10 വർഷത്തോളമായി ട്രെയിനിങ് ആയാലും ടീച്ചിങ് ആയാലും കോച്ചിങ് മേഖലയിൽ ഉണ്ട്. എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. അഥവാ 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു ഈ ഹ്യൂമൻ ബ്രെയിൻസ്, ഫീമെയിൽ ബ്രെയിൻസ് എന്ന് പറയുന്ന കൃതിയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറയാം. കാരണം അവരുടെ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ ബ്രെയിനിൽ ഇമോഷൻ ഭാഗം കുറച്ചും കൂടി കൂടുതലാണ്. അതുകൊണ്ട് ഇവര് പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് സന്തോഷിക്കുകയൊക്കെ ചെയ്യും. ഒരു ക്ലാസ്സിൽ ചെറിയൊരു തമാശയോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ പെട്ടെന്ന് പെൺകുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല. ഇവരുടെ ഈ ഒരു ഇമോഷന്റെ ഭാഗം വളരെ കുറവാണ്. ഇവരെ ഒരു കാര്യം ചിരിക്കണമെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ആദ്യം ഒന്ന് അതൊക്കെ ചിരിക്കാനുള്ളതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ്സിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഒന്ന്, ഒരേ സെയിം ജെൻഡറുള്ള, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫുള്ള് പെൺകുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് എടുക്കണം അവിടെ ക്ലാസ് നന്നാവാൻ വേണ്ടി. അതുപോലെ നിങ്ങളൊരു ആൺകുട്ടിയാണ്, നിങ്ങൾ ഒരു പുരുഷനാണ്, കുട്ടികൾക്ക് മാത്രമാണ് ആൺകുട്ടികൾക്ക് മാത്രം ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് എഫേർട്ട് എടുക്കണം. ഇനി നേരെ തിരിച്ചാണെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓഡിയൻസ് സ്ത്രീകളാണെങ്കിൽ കുറച്ചും കൂടി അവർ ഫ്രണ്ട്ലി ആയിട്ട്, പെൺകുട്ടികളാണെങ്കിൽ ഇരിക്കും, നമ്മുടെ തമാശക്ക് അവരെ ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാല് ഒരു ആവറേജ് ഒരു 60% ആളുകള് കുട്ടികള് ക്ലാസ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ നല്ലൊരു ടീച്ചർ തന്നെയാണ്. പക്ഷെ ചില അധ്യാപകര്
ക്ലാസ് ഇറങ്ങിക്കഴിഞ്ഞാല് 100% കുട്ടികളും സൂപ്പർ ബെസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ദ അൾട്രാ പ്രീമിയം ടീച്ചേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് ആണ്. ചില ക്ലാസ്സുകളിൽ ഒരു സിനിമ കണ്ട പോലെ ആയിരിക്കും. അതില് പാട്ടുണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും, തമാശ ഉണ്ടാവും, ക്യൂരിയോസിറ്റി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് വൺ ഇത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു തുടക്കത്തിൽ. അങ്ങനെ സ്ക്രിപ്റ്റിൽ ചെയ്ത് പിന്നെ അത് സ്ക്രിപ്റ്റിന്റെ ആവശ്യമില്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശകൾ വരുന്ന ഒരു ടൈമിലേക്ക് നമ്മൾ വരണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റിപ്പീറ്റഡ് അല്ലാത്ത സ്പോണ്ടേനിയസ് ആയിട്ടുള്ള തമാശകൾ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കുറെ തമാശകൾ കയറണം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ക്ലാസ്സുകൾ എങ്ങനെ മനോഹരമാക്കാം. അപ്പൊ അതില് കുറച്ചും കൂടി നർമ്മം വരുന്നത് ഒന്നുകൂടി നന്നാവും. എപ്പോഴും തമാശ പറയാമെന്നല്ല, ചില ഒരു സ്റ്റാൻഡേർഡ് തമാശകളൊക്കെ പറയുന്നത് നല്ലതാണ്. അപ്പം ചില സീരിയസ് പേഴ്സണുകൾക്ക് എങ്ങനെയാ തമാശ പറയാൻ പറ്റുക എന്ന്, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ഒരു കാലം വരെ. സീരിയസ് ആയിട്ട് നടക്കും. പക്ഷെ ക്ലാസ്സിൽ നമ്മൾ സീരിയസിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക്. കാരണം അങ്ങനെയുള്ള നമുക്കായാലും സീരിയസ് ആയിട്ട് പറയുന്നവരെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മറ്റുള്ളവരെ ചിരിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചിരിക്കണം. അപ്പൊ അതിന് ഞാൻ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുട്ടികളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് കളിക്കും. ഇപ്പൊ ചെറിയ കുട്ടികളായിട്ട് നന്നായിട്ട് കളിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കുട്ടിയെ പോലെയാവും, നമ്മൾ ഹാപ്പി ആവും, ചിരിക്കും. അങ്ങനെ ബോധപൂർവം ആ ചിരികൾ നമ്മളെ ക്ലാസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമുക്ക് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, തമാശ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ ആദ്യ സമയത്തൊന്നും വരൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് തമാശകളൊക്കെ പറയുന്നത് നല്ലതാണ്. അഥവാ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യണം, ഇന്ന കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇന്നൊരു സംഭവം വരും എന്ന് പ്ലാൻ ചെയ്ത് വെച്ച് ഒരു തവണ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ടോക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു തമാശ വരും. അപ്പം തമാശകൾ നർമ്മം നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് ഒന്നും കൂടി ക്ലാസ് നന്നാവാൻ അത് എന്ത് ചെയ്യും, സഹായിക്കും എന്നുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുക, ഒരുപാട് കുട്ടികളെ എന്നും കാണുന്നവരാണ്. അപ്പൊ വ്യത്യസ്തങ്ങളായ തമാശകൾ, അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ വെച്ചാൽ ചില കഥകളൊക്കെ പറഞ്ഞാൽ മതി. കഥകളിലെ തമാശകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഇഷ്ടമാണ് ക്ലാസ്സിൽ. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ക്ലാസ്. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാല് നമ്മളായിരിക്കണം അവിടുത്തെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, 2.5 മണിക്കൂറുള്ള സിനിമ നമ്മൾ അനങ്ങാതെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ 2.5 മണിക്കൂറിലും സ്ക്രീനിലുള്ള ആളുകൾ ഓടുകയും ചാടുകയും പറക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി അവാർഡ് ഫിലിം ആണെങ്കിൽ അത് 3/4 മണിക്കൂർ പോലും നമുക്ക് ഇരിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവിടെ ഓട്ടവും ചാട്ടവും ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ കുട്ടികളുടെ മുന്നിൽ എനർജി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അത് ശ്രദ്ധിച്ചിരിക്കും. അല്ലാതെ നമ്മുടെ ക്ലാസ്സിന് ഒരു എനർജി ഇല്ലെങ്കിൽ കുട്ടികൾ അവിടെ ഇരിക്കൂല, ചിലപ്പോൾ അവിടുന്ന് പോകും എന്ന് പറഞ്ഞാല് ഫിസിക്കലി അവർ പോകുന്നതല്ല, അവരുടെ മൈൻഡ് പോകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ എനർജിയിൽ എന്ത് ചെയ്യണം, ഇരിക്കണം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്ലാസ്സിൽ ചിലപ്പോ ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ 2-3 ഹവേഴ്സ് ഒരുമിച്ചായിരിക്കും. പിന്നീട് 4ാമത്തെ ഹവേഴ്സിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനർജി ഒക്കെ പോകാൻ പറ്റും. അപ്പൊ ഈ സമയത്തൊക്കെ എനർജി നമുക്ക് തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെ എനർജി ഉണ്ട്, അതിനെ പുറത്തെടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു 100 മീറ്റർ 16 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളത് ഓടും, പക്ഷെ ആ സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കാൻ പറ്റണമെന്നില്ല. എന്നാല് നമ്മുടെ പിറകിൽ ഒരു ഡോഗ് നമ്മളെ കടിക്കാൻ വരികയാണെന്ന് വിചാരിച്ചു നോക്കൂ, നമ്മളവിടെ ഓടല്ല, പറക്കും. അപ്പൊ ഈ എനർജി എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന ചില എനർജികളുണ്ട്, അതിനെ പുറന്തള്ളിയതാണ്, പുറത്തോട്ട് എടുത്തതാണ്. ഇപ്പൊ ചില ആൾക്കാർ അങ്ങനെയാണ്, അതിനെ എന്തെങ്കിലും എമർജൻസി വന്നാൽ മാത്രം അത് പുറത്തെടുക്കുള്ളൂ. അത് നല്ലൊരു ശീലമല്ല. അല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പൊ ഞാനൊക്കെ ഒരു എനർജി നമുക്ക് ഇല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് എനർജി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും ഞാനൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾ ചെയ്യാൻ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് ഇംഗ്ലീഷ് ലെറ്റർ 6 എന്ന് ടൈപ്പ് ചെയ്യും, ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റെഡി ആണെങ്കിൽ ഇംഗ്ലീഷ് ലെറ്ററിൽ 6 എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ,
1 2 3 ഓക്കെ, ഗുഡ് 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 ഗുഡ്. എല്ലാവരും കമന്റ് ബോക്സിൽ വരും. ഓക്കെ, അപ്പം ഞാൻ ഓൺ ചെയ്യുന്നൊരു ചെയ്യാൻ കാര്യം പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ചോളി. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. നമുക്ക് കാണാൻ പറ്റും, നല്ലതാണ്. ഒരു 30 അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനെ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഒരു ഞാൻ ജസ്റ്റ് ഇപ്പൊ കുറച്ച് കാണിച്ചിട്ട് നിങ്ങളിതൊരു 1 മിനിറ്റ് ആണ് ചെയ്യണത്. ഇതിപ്പോ ആദ്യം ഒരു 10 ചെയ്യും, ഇങ്ങനെ അടിക്കാം. 1 4 5 6 7 ഇങ്ങനെ അടിക്കുക, നല്ല പവറിൽ അടിക്കണം, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ഇത് നേരെ തിരിച്ച് ഇങ്ങനെ ചെയ്യാം. അപ്പൊ തന്നെ കുറച്ചും കൂടി എനർജി ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പെയിൻ ഉണ്ടാകും, പെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു മിനിറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇങ്ങനെ. ഓക്കെ, പിന്നെ കൈ. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം അവസാനം ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. നമ്മള് നിന്നതിന് ശേഷം, ഞാൻ നിന്ന ചിലപ്പോൾ കാണൂല, അതുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിൽക്കാം. നിന്നതിന് ശേഷം ഒരു 30 തവണ നിങ്ങൾ കൈ അടിക്കണ്ട, കൈ ഇവിടെ വരെ വന്നാൽ മതി. അത് നിങ്ങൾ പവർഫുൾ ആയിട്ട് കൊടുക്കണം. നിങ്ങളെ നെഞ്ചിന്റെ അവിടെ നിന്നൊക്കെ ഒരു എനർജി വരും. അതുപോലെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു എനർജി പോകുന്നത് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. നല്ല പവറിൽ കൊടുക്കണം. അപ്പോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. അപ്പൊ ഞാനൊരു 10 കാണിച്ചു തരാം. അങ്ങനെ പവറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിയർപ്പൊക്കെ പൊടിയുന്ന പോലെ തോന്നും. അപ്പൊ നമുക്ക് ആ എനർജി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എനർജി വീണ്ടെടുക്കാൻ പറ്റും. അപ്പം ക്ലാസ്സിൽ നമ്മൾ കയറുന്ന സമയത്ത് എനർജി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ആ എനർജിയാണ് ആ ക്ലാസ്സിലേക്ക് അത് സ്പ്രെഡ് ആവുക. ഓക്കെ, അപ്പോ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ക്ലാസ്സിൽ നന്നായിട്ട് എനർജി അവർക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മളിൽ നിന്ന് പോകുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് ടയേർഡ് ആവും. പേടിക്കണ്ട, കാരണം നമ്മുടെ എനർജി നമ്മുടെ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എനർജിയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ചില ആളുകൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു പൊങ്ങുന്നത് കാണാം, കാലിൽ ഇങ്ങനെ പൊങ്ങുന്നത് കാണാം. അദ്ദേഹം എനർജി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് എനർജി ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനർജി ക്ലാസ്സിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ക്ലാസ്സിൽ, അഥവാ വൈവിധ്യങ്ങളായ കൗതുകമുണർത്തുന്ന കാര്യങ്ങൾ കുറെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ഷർട്ടിന്റെ 2 ബട്ടൺസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് ഈ ആൺകുട്ടികളുടെ ഷർട്ടിന്റെ ബട്ടൺസിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് എപ്പോഴും വലത് സൈഡിലായിരിക്കും. ആൺകുട്ടികളൊന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആൺകുട്ടികളുടെ ബട്ടൺസിന്റെ ഗ്യാപ്പ് വലത് സൈഡിലായിരിക്കും. എന്നാൽ പെൺകുട്ടികളുടെ ഇങ്ങനെ ബട്ടൺസ് ഇടുന്ന ഏതെങ്കിലും വസ്ത്രം ഉണ്ടെങ്കിൽ അതിന്റെ ഗ്യാപ്പ് ഇടത് സൈഡിലായിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, എന്താണ് സംഭവം? ഇങ്ങനെ ആ ഒരു മുഖത്ത് ആ ക്യൂരിയോസിറ്റി നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ് ഇത്രയും കുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അത് അപ്പോൾ തന്നെ അതിന്റെ ആൻസർ പറയരുത്. ആർക്കെങ്കിലും അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്, ആർക്കെങ്കിലും അറിയോ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ ഇതിന്റെ റീസൺ എന്താണ്? ആൺകുട്ടികളുടേത് വലത് സൈഡിലാണ് ഗ്യാപ്പ്, പെൺകുട്ടികളുടെ ഇടത് സൈഡിലാണ്. അങ്ങനെ തന്നെയാണോ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആണെന്നെങ്കിൽ എസ് എന്നൊന്ന് കമന്റ് ചെയ്യോ, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. നിങ്ങള് ടീഷർട്ടില് ചിലപ്പോൾ ബട്ടൺസ് ഉണ്ടാവും. നോയോ? ഓക്കെ, അഥവാ ഞാൻ പറഞ്ഞു തരുന്നത് ആൺകുട്ടികളുടെ ഡ്രസ്സിന്റെ ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. ഇതെന്താ സംഭവം, ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇവിടെയാണ് നമ്മുടെ സ്പേസ് വരുന്നത്. ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവും ക്ലാസ്സിൽ. അപ്പം എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഫ്രാൻസിലാണ് ഷർട്ട് ഇട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഷർട്ട് ഇട്ട് തുടങ്ങിയ സമയത്ത് രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ഷർട്ട് ഇട്ട് തുടങ്ങിയത്. അപ്പൊ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു വാളുണ്ടാവും. അപ്പൊ ആ വാള് വെക്കാനും ഇറക്കാനും വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഗേൾസിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്ഞിമാരാണല്ലോ ഇടുക. അപ്പൊ തോയിമാർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇടതുനിന്ന് ഇട്ട് കൊടുക്കാനുണ്ട് എളുപ്പം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇനി ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിറങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വിമാനത്തിന്റെ നിറം വെള്ളയാവാനുള്ള കാരണം എന്താണ്? കുടയുടെ നിറം മുകളിൽ കറുപ്പും ഉള്ളിൽ സിൽവർ കളർ ആവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് സ്കൂൾ ബസിന്റെ നിറം മഞ്ഞയായി? എന്തുകൊണ്ട് സ്കൂൾ ബസിന്റെ നിറം നമ്മൾ JCBയുടെ നിറം മഞ്ഞയായി? എന്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നഴ്സുമാരും ഡോക്ടർമാരും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു? എന്തുകൊണ്ട് ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റിന്റെ കളർ പച്ചയോ നീലയോ ആവുന്നത്? സ്ത്രീകൾ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക? പുരുഷന്മാർ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതൽ സമയം വസ്ത്രങ്ങൾ എടുക്കാൻ സമയം എടുക്കുന്നത്? എന്തുകൊണ്ട് ആണുങ്ങൾ പെട്ടെന്ന് വസ്ത്രം എടുക്കുന്നു? ഇങ്ങനത്തെ നിറങ്ങളെ കുറിച്ച് തന്നെ ഇപ്പൊ കറുപ്പ് നിറത്തിൽ പാൽ നൽകുന്ന ജീവി ഏത്? പിങ്ക് നിറത്തിൽ പാൽ നൽകുന്ന ജീവി ഏത്? ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ നീല നിറത്തിലുള്ള ജീൻസ് നിരോധിച്ച രാജ്യം ഏതാണ്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കളറ് എന്ന് പറയുന്ന ഒരു ടേമിലൂടെ നമ്മൾ എപ്പോഴെങ്കിലും പഠിക്കുന്ന സമയത്ത് ഇത് ഓൾറെഡി നമ്മളെ ബ്രെയിനിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ സംഭവം ഇങ്ങനെ വരും. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ടാങ്കിൽ പാല് നിറച്ച് ടാപ്പ് തുറന്നാൽ പാല് വരും, തേനാണെങ്കിൽ തേന് വരും, വെള്ളമാണെങ്കിൽ വെള്ളം വരും, ഒന്നുമില്ലെങ്കിൽ കാറ്റ് വരും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ബ്രെയിനിൽ എന്തൊക്കെയാണ് നിറക്കുന്നത് അതാണ് ഇതിലൂടെ എന്ത് ചെയ്യാം പുറത്തോട്ട് വരിക. ഇത് ഒരുപാട് നിറക്കുന്ന സമയത്ത് അതിലൂടെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കിച്ചണില് ഉള്ളി, തക്കാളി, പച്ചമുളക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇതിൽ നമുക്ക് അധികം കോമ്പിനേഷൻ അവിടുന്ന് വരാനില്ല. ഒന്നുകിൽ ഉള്ളിക്കറി അല്ലെങ്കിൽ തക്കാളിക്കറി. പക്ഷെ നിങ്ങളുടെ വീട്ടില് ഒരു 25 ഐറ്റം പച്ചക്കറി ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പ്രോഡക്റ്റുകൾ പുറത്തോട്ട് വരാം. അഥവാ ഇതിന്റെ ഉള്ളിലൂടെ വ്യത്യസ്തങ്ങളായ സ്പോണ്ടേനിയസ് ആയ കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇൻപുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ എന്ത് ചെയ്യും, വരും എന്നുള്ളതാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഇങ്ങനെ വൈവിധ്യമാർന്ന വിവരങ്ങൾ ശേഖരിക്കുക? അപ്പൊ എന്റെ കയ്യിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ബുക്സുകളുണ്ട്. ഞാൻ ഉണ്ടാക്കിയത്, അഥവാ എനിക്ക് ക്ലാസ്സിലേക്ക് ഭാവിയിൽ ഹെൽപ്പ് ചെയ്യുന്ന അതിലൊരു ബുക്കാണ് ഒന്ന് മെമ്മറി ട്രിക്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. മറ്റൊന്ന് ഇങ്ങനെ കൗതുകമുണർത്തുന്ന കാര്യങ്ങൾ. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ, ഇത് പുറത്തോട്ട് വരികയുള്ളൂ. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ക്ലാസ്സിൽ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാനുള്ള കണ്ടന്റുകൾ റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ബ്രെയിൻ ജിം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അഥവാ കുട്ടികളുടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ബ്രെയിൻ ജിം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചില ബ്രെയിൻ ജിം. ഒന്ന് നമ്മളിത് നമ്മുടെ ഓഫ്ലൈൻ സെഷനിൽ നിങ്ങൾ പറ്റുകയാണെങ്കിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 50 മുകളിൽ ഗെയിംസുകളൊക്കെ നമുക്കത് സെറ്റ് ആക്കാം. നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്നതാണ്, അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസിൽ പറയുന്നത്. അപ്പൊ ഞാൻ ബ്രെയിൻ ജിമ്മിനെ കുറച്ച് കാണിച്ചത്, അത് നമ്മൾ 1 2 1 2 1 2 1 2 1 2 1 2 1 2 ഇങ്ങനെ സ്പീഡിൽ ഇത് വളരെ ബേസിക് ആയ കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത് നോക്കണം. പിന്നെ മറ്റൊന്നാണ്, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. കാരണം നമ്മുടെ ബ്രെയിനിന്റെ വലത്തെ ഭാഗം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടത്തെ ഭാഗവും, ബ്രെയിനിന്റെ ഇടത്തെ ഭാഗം നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ വലത്തെ ഭാഗമാണ്. അപ്പൊ ഇത് ഡിഫറൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അറ്റൻഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊന്നാണ്, നമ്മൾ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇത് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഇത് കണ്ടോ, നിങ്ങളൊരു ബെസ്റ്റും ഇത് പിക്ചർ ഇത് നേരെ തിരിയുന്നത് കണ്ടോ? ഓക്കെ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അതിൽ ഐസ് ബ്രേക്കിംഗ് ഉണ്ട്, ടീം ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ഉണ്ട്. ഇങ്ങനെ അതിന് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസിനെ ഏകദേശം 10ഓളം രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മുതൽക്കൂട്ട് ഉണ്ടെങ്കിൽ സ്കൂളിൽ എപ്പോഴും വ്യത്യസ്തമായിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു അധ്യാപകനെ മനസ്സിലോട്ട് ഓർക്കണം എന്ന് പറയുന്ന സമയത്ത് ആ അധ്യാപകനെ ഓർമ്മയിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഓർഡിനറി ആയിരുന്നു, അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ഈം കൂടി ഉണ്ടായിരുന്നു, അദ്ദേഹം എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെയോ രീതിയിൽ നമ്മളെ ലൈഫിനെ സ്വാധീനിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഓർത്തിരിക്കുന്നത്.
അപ്പം കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ പഠിപ്പിച്ച കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിലുണ്ടാകുമോ എന്ന് നമ്മൾ സ്വയം ചോദിക്കാം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഞാനടക്കം പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നാണോ നിങ്ങളുടെ പഠനം നിർത്തുന്നത്, അന്ന് നിങ്ങളുടെ വളർച്ച അവിടെ നിൽക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരുടെയും വിചാരം അക്കാഡമിക്കലി പഠിക്കാം. അങ്ങനെയല്ല കേട്ടോ. പുതിയ പുതിയ സ്കില്ലുകള്, പുതിയ പുതിയ നോളജുകളൊക്കെ അക്വയർ ചെയ്യാം. പിന്നെ ക്ലാസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ പിള്ളേര് 3 രീതിയിലാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ഓഡിറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ വിഷ്വലി ആയിരിക്കും, അല്ലെങ്കിൽ കിനസ്തെറ്റിക് ആയിരിക്കും. അപ്പോൾ ഈ 3 കുട്ടികളെയും സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അഥവാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ചില കുട്ടികൾക്ക് കേട്ടാ മതി. അവരിങ്ങനെ ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ നോക്കൂല, ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഒന്നും കൂടി ചിലപ്പോൾ അത് മനസ്സിലായില്ലേ, സാർ അത് ഒന്നും കൂടി പറയാം. എന്നിട്ട് അവർ നമ്മളെ നോക്കൂല, ഇങ്ങനെ കേൾക്കും. ഇത് ഓഡിറ്ററി ആണ്. വിഷ്വലി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, കാണണം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. നമ്മൾ ക്ലാസ്സിന്റെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ചില കുട്ടികൾക്ക് മുന്നിലിരിക്കുന്ന കുട്ടി കാരണം നമ്മളെ കാണൂല, ഇങ്ങനെ നടക്കുന്നത് കൊണ്ട്. ഇപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ നോക്കും. കാരണം എന്താണെന്നറിയോ, അവർ വിഷ്വലിയാണ്. അവർക്ക് നമ്മളെ കണ്ടാലേ ഇത് തലയിൽ കയറുള്ളൂ. ചില ആൾക്കാർ കിനസ്തെറ്റിക്കാണ്, അവർക്ക് ചിലത് അനുഭവിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ നോട്ട് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ റഫിലാണ് എഴുതുക. അപ്പൊ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാ റഫിൽ എഴുതുന്നത്, നിനക്ക് ഡയറക്റ്റ് നോട്ട് ബുക്കിൽ തന്നെ എഴുതിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സാറേ ഞാൻ വീട്ടിൽ പോയിട്ട് വേറെ എന്തിൻ്റെതായ നോട്ട് ബുക്ക് ഉണ്ട്, അവിടെ നിന്ന് എഴുതിയെടുക്കും. അത് ആ കുട്ടിന്റെ പ്രശ്നമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എഴുതി പഠിച്ചാലേ തലയിൽ കയറുള്ളൂ. ഇപ്പൊ നമ്മൾ ഗ്ലോബ് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ വിഷ്വലി ഉള്ള കുട്ടിക്ക് അത് കണ്ടാൽ മതി, ഓക്കെ. ഓഡിറ്റോറിക്ക് അത് കേട്ടാൽ മതി എന്താണെന്നുള്ളത്. 3 പേർക്ക് 3 സ്കില്ലുണ്ടാവും, പക്ഷെ ഒന്ന് ഡോമിനന്റ് ആയിരിക്കും എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ചായ എടുക്കുന്ന സമയത്ത് കടുപ്പം കൂടിയ ചായയും ലൈറ്റ് ചായയും ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ. ഒന്നെങ്കിൽ പാല് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചായപ്പൊടി കൂടുതലായിരിക്കും. ഇത് 3 കൂടി കൂടൂലല്ലോ ഒരിക്കലും, കൂടാൻ പാടില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒന്നായിരിക്കും ഡോമിനന്റ്. പക്ഷെ കിനസ്തെറ്റിക് ഉള്ള കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്ലോബ് ആണെങ്കിൽ ആ ഗ്ലോബ് കാണണം, കണ്ടാ പോരാ, അതിങ്ങനെ സ്പർശിക്കണം. ഇതാണല്ലേ ഗ്ലോബ്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളാണ്, 3 തരത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ 3 പേരെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റണം എന്നതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഗുണം എന്ന് പറയുന്നത്. ചില ആളുകൾ ക്ലാസ് ഇങ്ങനെ എടുത്തു പോകും, അവര് നോട്ട് ഇങ്ങനെ എഴുതൊന്നുമില്ല. അത് ഈ വിഷ്വലി ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റൂല. അപ്പൊ 3 രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒരു ഇലാബറേഷൻ ആണ് നമ്മുടെ ഓഫ്ലൈൻ ആ ഒരു വർക്ക്ഷോപ്പിൽ ഉണ്ടാവുക. അപ്പം ഒരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ കുറച്ച് അങ്ങോട്ട് എന്തെങ്കിലും ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ നടത്തിയ കുട്ടികള് അവർ ചെയ്യുന്നൊരു കാര്യം, അവര് ഓരോ ഗെയിം വെച്ചിട്ട് ഓരോ ദിവസം ക്ലാസ്സിൽ നടത്തും. അതിനുള്ള വീഡിയോ എടുത്തിട്ട് നമ്മളെ ഗ്രൂപ്പിലിടും. അപ്പൊ അത് എല്ലാവർക്കും ഒരാളിടുന്ന സമയത്ത് മറ്റാൾക്കാരും അത് എന്ത് ചെയ്യും. അപ്പോൾ ഇത് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സൂര്യ സാറെ ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഇതിനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഒരു കമന്റ് അറിയിക്കാം. ഓക്കെ, എനിവേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടുത്ത 4-ാം തീയതി കാലിക്കറ്റ് വെച്ച് കാണാമെന്ന് ആശംസയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. സൂര്യ സാർ. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അതിനുള്ളൊരു കുറഞ്ഞൊരു അവസരമാണ്. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിസാം സാറോട് ചോദിക്കാം. ഒരു കുറഞ്ഞ സമയം അതിനുവേണ്ടി മാറ്റിവെക്കാം. ഓക്കെ, നമ്മൾ മൊഡ്യൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒന്ന് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടാകും.
എന്താ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അറിയില്ലല്ലോ, രണ്ടുപേരും അപരിചിതരാണ്. ഇത് രണ്ടായിട്ടാണ് നിൽക്കുക, കുട്ടികൾ ഇവിടെ, നമ്മളിവിടെ. അപ്പൊ ഇത് ആദ്യം എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ജോയിന്റ് ചെയ്യണം. നമ്മളും കുട്ടികൾ തമ്മിൽ ജോയിന്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ഗെയിംസുകളുണ്ട്. ഇത് ഐസ് ബ്രേക്കിംഗ്. പിന്നെ അതുപോലെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒന്നാണ് നമ്മൾ ഇപ്പോ ഫയർ എടുത്തിട്ട് വായിലിടുക, അതുപോലെ കുപ്പിച്ചില്ലിലൂടെ നടക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് കോൺഫിഡൻസ് ബൂസ്റ്റിംഗിലാണ്. പിന്നെ അറ്റൻഷൻ ഗെയിംസ് ഉണ്ട്, അതുപോലെ ഗ്രൂപ്പ് ഫോമിങ്, ഇങ്ങനത്തെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസമല്ലേ നമുക്കുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഇന്ന് അറ്റൻഡ് ചെയ്ത ആളുകളൊക്കെ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ അതിൽ ആർക്കെങ്കിലും പിന്നെ ഈ സെഷനിൽ ഓഗസ്റ്റ് 4 സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ മാർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇപ്പോഴല്ല മറ്റൊരു സമയത്താണ് എങ്കിൽ അതിനും ഉള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ റൈറ്റിംഗ് നമുക്ക് അതൊരു ഫീഡ്ബാക്കിനും കൂടി വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഇത്ര സമയം നിസാം സാർ നമുക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ തിരിച്ച് നിങ്ങളുടെ ഒരു റിപ്ലൈ ഫീഡ്ബാക്ക് ആണ് പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് ഞാനിപ്പോ ഗ്രൂപ്പിലേക്ക് അല്ല ചാറ്റിലേക്ക് ഇട്ട ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ജസ്റ്റ് എല്ലാവരും 30 പേരുണ്ട്. നമ്മൾ എല്ലാവരും ഒന്ന് ജോയിൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റൈറ്റിംഗ് ഒന്ന് രേഖപ്പെടുത്താം. ഓക്കെ ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓഗസ്റ്റ് 4 ഓഗസ്റ്റ് 4 സൺഡേ രാവിലെ 9:30 മുതൽ ഈവനിങ് 4:30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികൾ, അതുപോലെ തന്നെ എനർജൈസേഴ്സ് പ്രോഗ്രാമുകളാണ് ഉണ്ടാവുക. വ്യത്യസ്ത തരത്തിലുള്ള എനർജൈസർ, അതായത് ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ ആളുകൾ ഇങ്ങനെ ഉറങ്ങി കിടക്കുക അല്ലെങ്കിൽ മടിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എനർജൈസർ എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആക്ടിവിറ്റികൾ എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും. നമ്മളൊരു മെസ്സേജ് കൈമാറാൻ വേണ്ടിയിട്ട് ആണ് പൊതുവെ ആക്ടിവിറ്റി കൊടുക്കാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വേറൊരു കളിയല്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് കൈമാറാൻ പറ്റും. അതാണ് ആക്ടിവിറ്റി ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഗെയിമുകൾ, ഇപ്പൊ അത് നമുക്ക് ടീം ബിൽഡിങ്ങിന്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ, പരസ്പരം പരിചയപ്പെടാൻ, ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് ഉപകരിക്കുന്ന തരത്തിലാണ് ഈ എനർജൈസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ജിം പോലുള്ള അറ്റൻഷൻ കൊണ്ടുവരാനും ഒപ്പം തന്നെ നമ്മളിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിപ്പിക്കാനൊക്കെ ഉള്ള ട്രിക്കുകൾ നമുക്ക് ഇതുണ്ട്. ഇതിപ്പോ ഒരു 50ഓളം ആക്ടിവിറ്റികളെ നമ്മൾ എന്താണ് ലൈവായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. ഇത് ഓൺലൈനിലൂടെ ഇതിന് നൽകുന്നതിൽ കുറെ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കറിയാലോ, ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് പരിശീലിക്കുകയും ഗ്രൂപ്പായിട്ട് ഇത് ആക്ടിവിറ്റിയിലൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഇൻട്രോ ഡെമോ എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു ഓഫ്ലൈൻ സെഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ വിശദമായിട്ടുള്ള ഓഫ്ലൈൻ സെഷൻ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സംഘടിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ രേഖപ്പെടുത്തി. ഒന്ന് ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഓഗസ്റ്റ് 4 സെഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് വൈ ടൈപ്പ് ചെയ്യുക. എസ് എന്നുള്ളതിന് സൂചനയായിട്ട് വൈ ടൈപ്പ് ചെയ്യുക. ആരെങ്കിലും ഇപ്പൊ ഈ വന്ന ടീമിൽ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി അതല്ല നെക്സ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻ എന്നെങ്കിലും ടൈപ്പ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചോദിക്കാനോ അന്വേഷിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ ഫീസ് നമ്മുടെ അന്നത്തെ നമ്മുടെ പിന്നെ മോർണിംഗില് ടീ, അതുപോലെ തന്നെ ലഞ്ച്, ഈവനിങ് ടീ, സ്നാക്സ് ഒക്കെ അടക്കം AC ഹാൾ പ്രോഗ്രാം ആണ്. 1500 രൂപയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആകെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങൾക്കൊരു ഇത്തരത്തിൽ എഫക്റ്റീവായിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ സെഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയൊരു വീതം മാത്രമേ ശരിക്കും ഈ പ്രോഗ്രാമിന് തന്നെ ആകെ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. കാരണം നമ്മളൊരു ട്രെയിനർ ആയി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ
നമ്മൾ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പെൻസ് മാത്രം ഈടാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വിജയിക്കണമെങ്കിൽ നമുക്ക് മാക്സിമം ആളുകൾ വേണം. നമ്മൾ 30 പേരെയാണ് ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നത്. 30 പേര് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. കാരണം കൂടുതൽ ആളുകളെ നമുക്ക് ഇതിലേക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഒരു ടീം ആയിട്ട് നമുക്ക് മാക്സിമം വർക്ക് ചെയ്യുകയാണെങ്കിൽ 20 to 30 ആണ് ഒരു ഇനിഷ്യൽ ടീം എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഉള്ള ഒരു രീതിയിലായിരിക്കും. അപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഓഗസ്റ്റ് 4 പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.